so. No, 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 no. I don't think so. No, 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 no. It's never ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഫിസിക്സ് കെമിസ്ട്രി എക്സാമിന് വേണ്ടിയിട്ട് പോവാണ്. സോ ഫിസിക്സ് കെമിസ്ട്രി എക്സാം എന്ന് പറയുമ്പോൾ എന്താണ്, ഹൈസ്കൂളിൽ എത്തുമ്പോൾ എന്താണ് ഫിസിക്സും കെമിസ്ട്രി ബയോളജി എന്നുള്ളതൊക്കെ വേറെ വേറെ ആയിട്ട് മാറും. അപ്പോൾ ഈ വേറെ വേറെ ആയിട്ട് മാറുന്ന ഈ സാധനങ്ങൾ അതും 40 മാർക്കിനായിരിക്കും. അപ്പോൾ അതിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് തിയറീസും ഒരുപാട് കണ്ടന്റ്സും നമുക്ക് എന്തുണ്ട് പഠിക്കാനുണ്ട്. ഇപ്പോൾ ഒരു ചാപ്റ്റർ ആണെങ്കിൽ എന്താണ്, ഇപ്പോൾ ഗ്രാവിറ്റേഷനെ കുറിച്ചിട്ടാണെങ്കിൽ അതിനെ കുറിച്ചിട്ട് നമുക്ക് എന്തുണ്ട് ഒരുപാട് ചാപ്റ്റർ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഗവൺമെൻറ് കാണിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ഒപ്പരാക്കി വെച്ചാൽ, അതായത് ഫിസിക്സും കെമിസ്ട്രിയും ഒരുമിച്ചാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരുമിച്ചാക്കി വെച്ചാൽ നമ്മുടെ കുട്ടികളുടെ മെൻ്റൽ ഹെൽത്ത് ഇല്ലാണ്ടാവും എന്നാണ് ഒരു പറയാമോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും എക്സാമൊക്കെ എങ്ങനെ എഴുതി തീർക്കാനാണ്. അതായത് ഒരു ദിവസം തന്നെ കെമിസ്ട്രിയും ഫിസിക്സും ഉണ്ട്, അതിൽ ഏതാ ഞാൻ പഠിക്കേണ്ടതെന്ന് എനിക്കിങ്ങനെ മനസ്സിലാവാം. പിന്നെ അതിൻ്റെ ടെൻഷൻ ഉണ്ടാവും, ഉള്ളതും ഇല്ലാതാവും. പിന്നെ പ്രത്യേകിച്ച് എന്ന് പറയുമ്പോൾ ഇന്ന പോലൊക്കെ എക്സാമിൻ്റെ തലേന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് മൊത്തത്തിൽ പോയിട്ടാണ്. അപ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവരുത്. ശ്രദ്ധിക്കുന്നു ഗവൺമെൻറ് ആരെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ എന്താണ്, ഞാൻ ഇന്നത്തെ ഒരു കുഞ്ഞ് മേക്കപ്പാണ്. പിന്നെ ഞാനിന്ന് രാവിലെ ഇരുന്നാണ് കേട്ടോ പഠിക്കാൻ വേണ്ടിയിട്ട്. ഇന്നലെ രാത്രി ആയിരുന്നു ഞാൻ സൈലം കാണാറുണ്ട്, എജ്യൂപോർട്ട് കാണാറുണ്ട്, പിന്നെ ആരാണ് നമ്മളെ എക്സാം വിന്നർ കാണാറുണ്ട്, MS സൊല്യൂഷൻ കാണാറുണ്ട്. ഏതാണോ മൂടി വരുന്നത് അതായിരിക്കും, അതായത് മൂടി വരുന്നതല്ല, ഏതാണോ ഫസ്റ്റ് കാണുന്നത് അതായിരിക്കും എടുക്കാം. അപ്പോൾ എന്താണ്, ഇന്നലെ ഞാൻ സൈലത്തിൻ്റെ ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നു. നൈറ്റിൽ 5 hours ആണ്. അപ്പോൾ അത് കുറേ ഞാൻ കാണാൻ വേണ്ടിയിട്ട് ഇരുന്നു. പിന്നെ കുറച്ച് കണ്ട്, കാരണം ഉറക്കം ശരിയാവുന്നില്ല. അപ്പോൾ ഞാൻ എന്താക്കി കുറച്ച് കണ്ടിട്ട് ഞാനത് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ നേരത്തെ എണീറ്റിട്ട് ബാക്കി കാണാനും കണ്ടു. പിന്നെ മോർണിംഗ് ബൂസ്റ്ററും കണ്ടു. അപ്പോൾ അത് കണ്ടും ചെയ്തു. പിന്നെ എന്താണ്, നമ്മൾ പഠിക്കണ്ടേ, അതായത് അങ്ങനെ കണ്ടിട്ട് മാത്രം കാര്യമില്ല, നമ്മൾ ബുക്കിലുള്ളതും നമ്മൾ എന്താക്കണം പഠിക്കണം. അവർ എന്താണ് മോഡൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും വരിക, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് എന്താക്കുള്ളൂ, അങ്ങനത്തെ ഇതിലൊക്കെ കാണിക്കുള്ളൂ. അതാണ് കൂടുതൽ ബെനിഫിഷ്യലാണ്. പക്ഷെ എന്താണ്, നമ്മൾ മനസ്സിലാക്കണം ചാപ്റ്റർ എന്താണെന്ന്. നല്ല മാർക്ക് കിട്ടണം, അതായത് പാസ്സാവും വേണം, എന്നാലും നല്ല മാർക്ക് കിട്ടണം ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ചാപ്റ്റർ പഠിക്കണം. അപ്പോൾ ഞാൻ എന്താണ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മോർണിംഗിൽ എനിക്ക് വരുന്നത് കെമിസ്ട്രി ആണ്. കെമിസ്ട്രി പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് എന്ത് വരുന്നത്, ഫിസിക്സ് വരുന്നത്. അപ്പോൾ ഫിസിക്സ് എനിക്ക് നോക്കാൻ വേണ്ടിയിട്ട് സമയം കിട്ടിയിട്ടുണ്ടായില്ല. കാരണം അപ്പോൾ ഇന്നലെ ഞാൻ എന്താണ് കെമിസ്ട്രി നോക്കി, കെമിസ്ട്രിയിൽ ഏകദേശം മനസ്സിലാക്കി വന്നപ്പോൾ തന്നെ എന്താണ് സമയം കുറേ ആയിട്ടുണ്ട്. ബട്ട് ഞാൻ ഇതിന് മുമ്പേ എന്താക്കിയിട്ടില്ല, ചാപ്റ്റർ മര്യാദ നോക്കി വെച്ചതുകൊണ്ട് പിന്നെ അത്ര പ്രോബ്ലം ഉണ്ടായിട്ടില്ല. ബട്ട് ചിലർക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ളതൊക്കെ ഇപ്പോഴും കുറച്ചൊക്കെ കൺഫ്യൂസിങ് ആയിട്ടാണുള്ളത്. അപ്പോൾ ഇന്നത്തെ എക്സാം എങ്ങനെയുണ്ട് എനിക്കറിയില്ല. കാരണം രണ്ടും എന്ന് പറഞ്ഞാൽ എന്താണ് ലൊട്ട സബ്ജക്റ്റുകളാണെന്നുള്ളത്, 2 ലൊട്ട സബ്ജക്റ്റും ഒരുമിച്ചാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഇല്ലാതില്ല. ബട്ട് നമ്മൾ പുറമേ കാണിക്കാൻ പാടില്ല. പുറമേ നമ്മൾ കാണിച്ചു ഉള്ളിലുണ്ടെങ്കിൽ പുറമേ കാണിച്ചാൽ എന്താണ് നമ്മൾ മൊത്തത്തിലുള്ളത് കൂട്ടാം. പിന്നെ എന്താ അങ്ങനെ കാണിക്കുന്നില്ല. അപ്പോൾ ഇത് കണ്ടവർക്ക് നല്ല കറക്റ്റാണുള്ളത്. ബട്ട് ഇതിൽ അതൊന്നും കാണുന്നില്ല. ഈ ക്യാമറ ഒറ്റ ക്യാമറ ആവശ്യമുള്ള നല്ല ആവശ്യമില്ലാത്തത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ റേസറൊക്കെ ഇപ്പം കുറച്ച് ഓയിൽ തേക്കണം എനിക്ക് ആദ്യമുണ്ട്, കോക്കനട്ട് ഓയിൽ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ പഠിപ്പൊക്കെ എന്താണ്, കുറേ ആൾക്കാർ എക്സാം ആയിട്ട് കുറേ ആൾക്കാർ മൂച്ചി എന്ന് മാത്രമേ കേൾക്കുന്നുള്ളൂ. പിന്നെ ഇന്നലെ മാത്സിൻ്റെ എക്സാം ആയിരുന്നു. ഞാൻ മാത്സിൻ്റെ എക്സാമിന് വൈകി പഠിച്ചിട്ടൊന്നുമില്ല. കാരണം എനിക്കറിയാം എനിക്ക് എന്താണ് മാത്സിൻ്റെ എക്സാമിന് ഞാൻ പഠിക്കാൻ വിചാരിച്ചു എനിക്ക് എന്താണ് ജസ്റ്റ് പാസ്സായാൽ മതിയായിരുന്നു ആഗ്രഹം. പക്ഷേ ഐ തിങ്ക് പാസ്സാവും. പിന്നെ അതിൽ എനിക്ക് മാർക്ക് ഉണ്ടാവും. കാരണം കുറച്ച് സൈലന്റ് ലൈവായിരുന്നു, ഞാൻ അതിന് കണ്ടിട്ടുണ്ടായിരുന്നു. വെരി ഗുഡ്. പിന്നെ അതിനെ പറഞ്ഞു കൊടുത്തു ഞാൻ ഇറേസർ പറഞ്ഞു. ഡാസ്ലറിന്റെ ലിപ്സ്റ്റിക്കിന്റെ കാരണം ഞാൻ യൂസ് ചെയ്ത് കാണിക്കാം. ഡാസ്ലറിന്റെ ഷൈൻ നല്ലതാവും. ഡാസ്ലറിന്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല അടിപൊളി ഷെയ്ഡാണ്. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ പിഗ്മെന്റേഷൻ ഉണ്ടാവും. ഓക്കെ കോക്കനട്ട് കിട്ടുമല്ലോ. നല്ല രസമാണ് കാണാൻ. ഇങ്ങനെ കാണാൻ വേണ്ടി ഏതോ മൂവി പറ്റിയത് ഡ്രൈ ഇപ്പം ഇനി കോക്കനട്ട് ഓയിൽ ഇട്ടുണ്ടോ? പറഞ്ഞു കൊണ്ട് തന്നെ കൈ വന്നിട്ടുണ്ട്. അതെല്ലാം നമുക്ക് കാര്യമില്ല. എന്താണ് ഇനി ഈ മുടിയൊക്കെ റെഡിയാക്കാൻ വേണം ഉണ്ടാക്കാൻ സാപ്പിടണം, കോപ്പിടണം. എന്നിട്ട് വേണേ നമ്മൾ ഉണ്ടാക്കണം. പഠിക്കാനുള്ളത് ജസ്റ്റ് എല്ലാ സബ്ജക്റ്റും ഉണ്ടാക്കണം. വായിച്ച് പോകണം. രണ്ടും നമുക്ക് ചെയ്യാം. ഈ കുട്ടികൾക്ക് രാവിലെ എണീക്കുന്നത് രാവിലെ എന്തെങ്കിലും അടി ഉണ്ടാക്കണം എന്ന് പ്രതിജ്ഞ വെച്ചിട്ടാണ്. നമുക്ക് സാപ്പിടാം. ഇനി ഞാൻ സാഫായി 35 dalam tadi tapi aku boleh kena sini dan itu ayo kali itu berbeda oke apa dikit potnya betul ini lagi Korea kan aku marah sih aku dia malah oh ini bad words cantik bad word lagi ini cantik kali iya nggak bisa ikut video product
അപ്പൊ ഗായ്സ് ഇതാണ് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. ഇനി ഞാൻ പോയി മൂഞ്ചിട്ട് വരാം. തലയിൽ ഞാൻ നല്ലോണം പഠിക്കും.